പറ്റിയ ബോസ്. കത്തിക്കുന്ന നോക്കി തീയടാ അവന്റെ ഫൈറ്റ്. എടാ അവനടിച്ച് കൊന്നുവൻ. ഈ കളി നമ്മൾ തന്നെ തൂക്കേണ്ടി വരും. ഇവനെന്തോടെ ദൈവം ഇത്. So guys, welcome back to Black Myth Wukong. ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ശാന്തസുന്ദരം അന്തരീക്ഷം. ഗ്രാഫിക്സ് ഒക്കെ നൈസ്, 10/10. ഇത് ആക്ച്വലി വലിയ ബഡ്ജറ്റുള്ള ഗെയിം അല്ല, എന്നാൽ പോലും കളിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ചെറിയ ബഡ്ജറ്റ് ചെയ്ത ഗെയിമാണെന്ന് തോന്നത്തില്ല. അമ്മാതിരി പെർഫെക്ഷനും ഡീറ്റെയിലിങ്ങും ഒക്കെ ഉണ്ട്. ഇഫ് ഐ ആം റൈറ്റ്. ഓക്കെ, നെറ്റിൽ നോക്കിയപ്പോൾ എത്ര 45 മില്യൺ കണ്ടാ പറഞ്ഞത്. സാധാരണ നമ്മളെ ആ ഫ്രെയിം അടിപൊളി കേട്ടോ. ആ സ്റ്റാബ് എടുത്ത് വെച്ച ആ ഒരു ഇത് കണ്ടോ, തീ. ഐ ലൈക്ക് ഇറ്റ്. ഐ പിന്നെയും ലൈക്ക് ഇറ്റ്. അപ്പം പറഞ്ഞത് സുഷിമയൊക്കെ 300-300 എത്ര മില്യൺ കണ്ട ഗെയിമിൻ്റെ ബഡ്ജറ്റ്. ഇവനെ ഞാൻ പോകുമ്പോൾ കൊന്നാണല്ലോ. ചുമ്മാ ചാവാൻ വേണ്ടി പിന്നെയും ജനിക്കുന്ന എന്തിനാടാ, ജനിക്കായിരുന്നു എന്നാ പിന്നെ. അപ്പോഴ് ഇതിന് 45 മില്യൺ കണ്ട ഞാൻ നെറ്റിൽ നോക്കിയാൽ ശരിയാണെങ്കിൽ. പിന്നെ ചാറ്റ് ജിപിടിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതിപ്പം പല സമയത്തും അതിന് തോന്നിയത്ര പറയുന്നത്. അതോടെ നിൽക്കട്ടെ. ഇതിനകത്ത് എത്ര 100-100 എത്ര ബോസുകളെങ്ങാണ്ടുണ്ട്. അപ്പോഴേ ഇനിയിപ്പം ബൈദബൈ ഇതിനകത്ത് നമുക്ക് മാപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇത് കാണുന്ന വഴിയിലെ എല്ലാ വഴിയിൽ കൂടെ കയറിപ്പോയതിന് ശേഷം നമുക്ക് പോകേണ്ട സ്ഥലം കറക്റ്റാണെന്ന് അവിടെ എത്തുമ്പോൾ നമുക്കറിയാം വന്നത് ശരിയായ വഴി കൂടെ ആണോ എന്ന്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് പിന്നെ രസമുണ്ടല്ലോ കാണാനും. അപ്പോൾ തെണ്ടി അടക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ നമ്മളോട് വന്നത്. എന്താ സംഭവം? ഓഫറിങ്. ഓക്കെ, എന്തോ പഴയ ബുദ്ധൻ്റെ സംഭവം കണ്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു മുടി മറിച്ച് നേരെ ചന്ദനത്തിരിയാക്കി അതങ്ങ് കുത്തി വെച്ച അവിടെ ഔട്ട്സൈഡ് ദ ഫോറസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെക്ക് പോയിന്റ്. അപ്പോൾ ഓക്കെ, ഇവിടെ റെസ്റ്റ് ചെയ്യാം. സെൽഫ് അഡ്വാൻസ് ഉണ്ട്. എന്താ സാധനം? ഫൈറ്റ് ഉണ്ട്. ഓക്കെ, നൈസ്. ഇമ്മൊബിലൈസ് ചെയ്യുന്ന ശക്തിയുടെ എന്തോ ഇപ്പോൾ ചെയ്തു ഞാൻ. പില്ലർ സ്റ്റാൻസ് അയ്യവ, ഇതൊക്കെ ഇപ്പോഴേ വെക്കണാവൂ. എക്കടാ, നൈസ്. അതായത് പില്ലർ സ്റ്റാൻസ് കിട്ടി. ഇനി ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എല്ലാം തുറന്നിട്ടുണ്ട്, മതി. ഇനി ലൈഫ് കിട്ടാൻ പറ്റത്തില്ല. അതിന് ഞാനായിട്ടില്ല. ഓടുമ്പോൾ ലൈറ്റ് എത്തും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാധനം. ഓക്കെ, ഇതാണ് നമ്മുടെ വീടല്ല, നമ്മുടെ പോയിന്റ്. മനസ്സിലായില്ല? അത് തന്നെ നമ്മുടെ അതാണത്. ശരി, ഓക്കെ. അത്ര എളുപ്പമല്ലെന്നാ പറയുന്നത്. അവിടെ എന്തോ ഉണ്ട്. എന്നെ ഒരു ഗോൾഡൻ സിക്കാർഡ് ആക്കി തരാം. അത് വെച്ചിട്ട് ആരും കണയാതെ അങ്ങോട്ട് പോകാനാ പറയുന്നത്. നമുക്ക് പേടിയില്ല. പിന്നെ അപ്പാപ്പന്റെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ. അയാൾക്ക് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് കൂടെ വന്നൂടെ? എന്നെ നേരെ ഒരു ഈച്ചയാക്കി. FPS കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. വൈദവേ നമ്മുടെ RTX 4050 ആണ് ഗ്രാഫിക്സ് കാർഡ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വർക്കാവുന്ന അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, പൊട്ടെ. വലിയ ശക്തി ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഇമ്മൊബിലൈസ് ചെയ്യാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിപ്പുണ്ട് കുറേ മണ്ടന്മാർ. ഹലോ, അസ്സലാമു അലൈക്കും. സുഖല്ലേ? കഥയൊക്കെ പറഞ്ഞ് നിൽക്കുക. പ്രത്യേകിച്ച് വേറെ പണിയെടുക്കണ്ടല്ലോ. എന്നെ നോക്കിയിരിക്കുക. അമാരോടെ നോക്കിയിരിക്കട്ടെ. നമുക്ക് ഇതുവഴി പറന്നു പോവാം. ഇവിടെ വേറെ അടുത്ത് നിൽപ്പുണ്ട്. ഇവനെന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഇവ ഇൻട്രോവെർട്ടറാണോ? ഇതുവഴി വരത്തൂടി പോവാം. അവിടെ മറ്റേ ബുദ്ധൻ്റെ തലയുള്ള ബോസ് നിൽപ്പുണ്ട്. ഇത് ഭയങ്കര പാടാന്നാണ് പറയുന്നത്. നമുക്ക് വേറെ വഴി പോവാം. അല്ല വേണ്ട, ഈ ബോസ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് ബോസ് ഫൈറ്റ് ഇവിടെ തുടങ്ങുകയാണ്. ഈച്ചയായിട്ട് വന്നിട്ട് തന്നെ കണ്ടോ? വാടാ. പെർഫെക്റ്റ് ഡോഡ്ജ്. അതെങ്ങനെ സാധനം? ഞാൻ പൊളിയല്ലേ? കൂടി ഇമ്മൊബിലൈസ് ചെയ്ത് ഇനി ഒന്ന് ചാടി ഒരു അടി അടിക്കട്ടെ. അടിച്ചോ. ഓടി നമുക്കിതിൻ്റെ ഓടിവോ. ചാടിയിടിച്ചോ. ചന്തി നോക്കിയൊരു അടി അവൻ്റെ എല്ലാവരും. ഇവന് ഭയങ്കര ശക്തിയാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. നമ്മൾ പെർഫെക്റ്റ് ഡോഡ്ജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓടിവോ. ഇതിലൊന്ന് ഇടിക്കി. അതുകൊണ്ട് നടത്തോന്ന് നോട്ടം കൊണ്ടോ ഭയങ്കര ടെറിഫൈങ് ആയിട്ടുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കെന്തോ പാവം തോന്നും. ഇത് മറ്റേ ശക്തി. ഓടിക്കോ. അതെങ്ങാനും കൊണ്ടാണ്ടല്ലോ തീർന്നു. ഇവനെന്താ ദൈവമാണോ ഇത്?
ഇമാതിരി പവർ ഇത്രയും പെർഫെക്റ്റ് ഡോഡ്ജ് ചെയ്തിട്ട് പോലും അവൻ്റെ ലൈഫ് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വീണ് ഇല്ലടാ ചത്ത് ഒടുക്കത്തെ ശക്തി. എന്താടാ സാധനം അങ്ങോട്ട് അടിച്ചിട്ട് അടിയൊന്നും ഏൽക്കുന്നില്ല. അവൻ്റെ ഒരടിക്ക് നമ്മുടെ ലൈഫ് മുക്കാലോളാവുകയാണല്ലോ. അവിടെ പോയി വണ്ണ ലാസ്റ്റ് ട്രൈ കിട്ടിയില്ല. പെർഫെക്റ്റ് ഡോഡ്ജ് ചെയ്തിട്ടാണ്. പെർഫെക്റ്റ് ഡോഡ്ജ്. പെർഫെക്റ്റ് ഡോഡ്ജ്. വൃത്തിയായിട്ടാ ഓടിക്കളഞ്ഞു. ഈ സാധനം ഡോഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര നോക്കിയിട്ടും. അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുന്നുണ്ട് അടി. കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് പേടിക്കാം. ഇനിയും മുക്കാലോളം ലൈഫുണ്ട്. കൊടു ചാടി ഒന്നുകൂടെ കൊടുക്കണം. ചുട്ട് പണിക്ക് നോക്കി ഒരെണ്ണം കൊടുത്തു. കുറെ നേരെ നീ തന്നെ അടിക്കുന്നത്. അതായത് കോംബോ അറ്റാക്കാണ് വൃത്തിയായിട്ടവൻ്റെ. രണ്ടെണ്ണം ഞാൻ ഡോഡ്ജ് ചെയ്താൽ മൂന്നാമത്തെ എനിക്ക് കിട്ടുന്നുണ്ട്. എടാ വെള്ളം തീർന്നാ പെട്ട് ഗൈസ്. ഇനിയിപ്പോൾ പോയി അടിച്ചാൽ കൊല്ലാൻ നോക്കാം. ഇവിടെ എന്താ പറയാ, എന്തോരം നല്ല ഇത്രയും നന്നായിട്ട് കളിച്ചിട്ട് അവനെ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് പെർഫെക്റ്റ് ഡോഡ്ജിങ് ചെയ്ത് കുറെ ഭയങ്കര ഡിഫിക്കൽട്ട്. അവൻ ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട്. ലൈഫ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഞാൻ നേരെ പോയി ഇവിടെ ഉള്ളവന്മാരൊന്നും എനിക്ക് അടിക്കാൻ സമയമില്ല. ഞാൻ പോവാ. നീയൊക്കെ അവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് മെയിൻ വില്ലനെ തീർക്കണം. അവൻ്റെ വഴി കൂടെ പോകണ്ട. ഇവിടെ വേറെയും വഴിയുണ്ട്. നമുക്ക് വേറെ വഴി കൂടെ പോണതായിരിക്കും നല്ലത്. അവനവിടെ നിൽക്കട്ടെ. വാടാ മോനെ, അടിക്കണ്ടെന്ന് വെച്ചതാ. ഇവൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞാലോ. ആ ബോസ് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇതിനകത്ത് വേറെ വഴിയുണ്ട്. വേറെ വഴി കൂടെ പോവാം നമുക്ക്. ഇപ്പം നമുക്ക് അതിനുള്ള പവറപ്പ് ആയിട്ടില്ല. എന്തായാലും അവനെ കൊല്ലാൻ ഇപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ ബൈ നമുക്കിതിനകത്ത് മാപ്പില്ല. അത് കാരണം തന്നെ ഇവിടെയൊക്കെ വഴി അടപ്പുണ്ട്. ഈ വഴി പോയാലും മതിയാവും. വെറുതെ അവനെ കൊല്ലണമെന്ന് വാശി പിടിക്കരുതല്ലോ. ഇവിടെ വേറെ ബോസ് ഉണ്ട്. ഇവൻ ഇത്ര സൈസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവനെ തൂക്കാം. പാടവിടെ another monkey. I am not just another monkey. ഇതിലും നല്ല താനോസ് ആയിരുന്നു. ഇത് നോക്കി കത്തിക്കും അവരിപ്പോൾ എടുത്തിട്ടിട്ട്. നമുക്കുണ്ടാ പേടി. വാ, ഒരു കളി തോറ്റെന്ന് വെച്ചിട്ട് ഇവന്റെ ലൈഫ് കുറയുന്നുണ്ട്. ഭാഗ്യം. ഇവനെ ഞാൻ എങ്ങനെയും തൂക്കും. യെസ്, നൈസ്. ഭാഗ്യോടാ, അവൻ്റെ അടിക്ക് നമ്മുടെ ലൈഫ് അത്ര കുറയുന്നില്ല. ഇവനാണ് നമുക്ക് പറ്റിയ ബോസ്. കത്തിക്ക് നോക്കി തീയുടെ അവൻ്റെ ഫൈറ്റ്. നമ്മുടെ അടി അവന് കിട്ടി, അവൻ്റെ അടി നമുക്ക് കിട്ടി. ഇവൻ ഇത്രയും പവർഫുള്ളാ. ഇവനെ തന്നെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയും ഹീൽ ചെയ്യട്ടെ, അല്ല രക്ഷയില്ല. വെക്കുക ഹീൽ ചെയ്യട്ടെ. ഇവനെ കിട്ടും. പകുതിയുള്ള ലൈഫായി. ഒന്നുകൂടി മാറിക്കോ. ഓക്കെ, ഇവൻ അത്ര ഇല്ലടാ, തീയായിട്ടുണ്ട്. ഈ ഹീലിംഗ് പോർഷൻസ് ഒന്നും കൂടെ അങ്ങാണ്ടുള്ളൂ തോന്നുന്നു കയ്യിൽ. ഇവിടെ ഒരിച്ചിരി ലൈഫും കൂടി ഉണ്ട്. ചാവ് ഒരടിക്ക് നമ്മൾ ചാവും. ഡിഫീറ്റഡ് യുങ്കായ് ചീഫ് ഗോൺസി. ആരായാലും കൊന്നു. വല്ല കിട്ടുമോ റിവാർഡ് എന്തെങ്കിലും? പിക്കപ്പ്. നമ്മളെപ്പറ്റി അവൻ്റെ മാസ്റ്റർ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ദ ഡെസ്റ്റിൻഡ് വൺ. നൈസ്. റെഡ് ടൈഡ്സ്. ഓക്കെ, എവേക്കൺ ഫേറ്റൽ ഫ്യൂരി. എനിക്ക് എന്തോ ഒരു ശക്തിയും കൂടെ കിട്ടിയിട്ടുണ്ട്. മതി. ഓക്കെ, കൺഫർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ മൈറ്റ്. ഓക്കെ, എന്തോ ട്രാൻസ്ഫോർമേഷൻ ആവും. അത് യൂസ് ചെയ്താൽ മൈറ്റ് കിട്ടും. നമുക്ക് വേറെ വടിയൊന്നും കിട്ടിയിട്ടില്ല. ഡ്രസ്സും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അവൻ്റെ ആ ശക്തി എന്തോ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ വടിയും അവൻ്റെ സ്റ്റാബാന്ന് തോന്നുന്നു. അവൻ്റെ സ്റ്റാബ് കിട്ടിയില്ല, അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങാണ്ട് കിട്ടി. നമ്പർ 4 ഞാൻ ഇപ്പം ഞെക്കുന്നില്ല. ഞെക്കിക്കഴിഞ്ഞാൽ ശക്തി കിട്ടും. ഞാൻ പോയിട്ട് നമ്മുടെ ഹീലിംഗ് ഒന്ന് കൂട്ടിയിട്ടിട്ട് മാറി നിൽക്കുന്ന വഴിയിൽ നിന്ന്. കാരണം ലൈഫില്ല. അവിടെ പോയി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കൂടും. അപ്പോൾ നേരെ പോയി റെസ്റ്റ് ചെയ്ത് ലൈഫ് കൂട്ടിയിട്ട് ഹീലിംഗ് പോർഷനും കിട്ടിയിട്ട് പോയി താനോസിനെ കൊല്ലാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? വെറുതെ വാശിപ്പുറത്ത് താനോസോട്ട് അടിവിടാൻ പോയി കഴിഞ്ഞാൽ ചാവും. ലൈഫ് കൂടിയുണ്ട് റെസ്റ്റ് ചെയ്തപ്പം.
ഇനി പോയിട്ട് താനോസിനെ കൊല്ലാം. വയോ 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 വയോ. ഇവന്മാരെ കൊല്ലല്ലേ? വേണ്ട, എപ്പോഴും മൈൻഡ് ആക്കാതെ പോകുമ്പോൾ അവന്മാർക്കൊരു വിഷമമുണ്ട്. ഇവനെ കൊല്ലാം, വാ. അയ്യോ, ഇങ്ങനെ അടിക്കുന്ന. ബൈ ഇവനെ കൊല്ലുമ്പോൾ നമുക്ക് ഫോക്കസ് കൂടും. ഫോക്കസ് കൂടുമ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റാക്ക് നല്ല അടിപൊളി അറ്റാക്ക് കൊടുക്കാൻ പറ്റും. വാ, ആദ്യം തന്നെ ഇമ്മബിലൈസ് ചെയ്യണ്ട, ആദ്യമേ ഫൈറ്റ് ചെയ്ത് നോക്കാം. ചാടി ഒരു അടിയിൽ നിന്ന് പിടിച്ചോ. 1, അത് കൊള്ളാലോ. 2, ആ ഫൈറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഹോൾഡ് ചെയ്ത് അടിക്കുമ്പോൾ. 3, ഓക്കെ, ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ 4, ഒന്നുകൂടി 5, കൊള്ളാം. ഒന്നുകൂടി, ഐ ലൈക്ക് ഇറ്റ്. ഒന്നുകൂടി. എത്ര 8 എണ്ണം കണ്ടായി. ഒന്നുകൂടി 8 എണ്ണം അടിച്ചിട്ട് അവന് ലൈഫ് നോക്കി. ചാവടാ, ചാവുന്ന വെച്ചോ. താഴെ വീണ്. ബാ ഇനി എൻ്റെ കൂട്ടടി എണീറ്റിട്ടുണ്ട്. അവൻ മൊബിലൈസ് ചെയ്യട്ടെ. ഇനി തീടുന്ന മനുഷ്യനായിട്ട് മാറാം. അവിടെ പോയി. നമ്പർ 4. യെസ്, ഈടോ, നൈസ്. മറ്റേ ശക്തി ഓടിക്കോ. എൻ്റെ പൊന്നേ, ഭാഗ്യം ഞാൻ മങ്കി കിങ് ആയിട്ട് മാറായിരുന്നത്. കാരണം ഈ ശക്തിയിൽ ഇപ്പം മങ്കി കിങ് ആണെങ്കിൽ മരിച്ചേനെ. ഇതുമ്പോൾ ഇവനല്ലേ ചാവുള്ളൂ. ഇനി ഇവൻ ചത്തു കഴിഞ്ഞാൽ ഞാൻ ചാവുമെന്ന് അറിയില്ല. കത്തിക്ക് അവൻ എടുത്തിട്ട്. പെർഫെക്റ്റ് ഡോഡ്ജ്. ഇല്ലടാ, അവനടിച്ച് കൊന്നുവൻ. ഈ കളി നമ്മൾ തന്നെ തൂക്കേണ്ടി വരും. പെർഫെക്റ്റ് ഡോഡ്ജ്. ഇവനെന്തോടെ ദൈവം ഇത്. ചൈനീസ് മിത്തോളജി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ. ഇവിടെ നിൽക്കുക, ഓടി വാ, ഇവിടെ ഇടിക്കും. ഇപ്പോൾ ഇല്ല, മാറിക്ക. കുടുങ്ങി. ഒരു കുഴടി കൊടുത്തോട്ടെ. ചാവ് താഴെ വീണു. ഭാഗ്യോടാ, എങ്ങനെയും പകുതിക്ക് താഴെ ലൈഫ് ആക്കിയിട്ടുണ്ട്. അടിക്ക്. അവന് ശക്തി ഇടുന്നുണ്ട്. മാർക്ക്. അത് ഒടുക്കത്തെ ശക്തിയാണ്. അത് ഡോഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒളിച്ചിരിക്കണം. പല മരത്തിന്റെ ബാക്കിൽ പോയി നിൽക്കാം. എവിടം വരെ വന്നെന്നുണ്ടോ അതിന്റെ റേഞ്ച്? അടുത്തെവിടെ നിന്ന് കത്തിപ്പോവും. പതുക്കെ നടക്കാം. സ്റ്റാമിന ഇല്ല. സ്റ്റാമിന കൂടിയിട്ട് അടുത്ത് മൊബിലൈസ് വിളിച്ചോ മോനെ. നിനക്കെന്നാ അടിക്കണമല്ലോ. എന്നാ വിളിച്ചോ. അടച്ചോനെ, കിട്ടണേ. ചാവ്. നമുക്ക് ഫുൾ ലൈഫ്, അവന് കാലുള്ള ലൈഫ്. ചാവണം. കോംബോ കറക്റ്റ് കിട്ടിയാൽ തീരും. ഒന്നുകൂടി പിടിച്ചോ. എത്തി. ഒന്നും കൂടി. ചാവ്. യെസ്, ഡിഫീറ്റഡ് വാണ്ടറിംഗ് വൈറ്റ്. ഫൈനലി. ആക്ച്വലി ഓഫ് ക്യാമറയിൽ ഞാൻ ഇവനെ കൊല്ലാൻ ഒരു 6 വട്ടമെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവും. 6 ഒരു 10 വട്ടം ശ്രമിച്ചിട്ടുണ്ടാവും. എന്തുപറ്റി ഇവനെ സോൾവ് എടുക്കാൻ പറ്റാത്തത്? cannot absorb spirit without the guidance. ഓക്കെ, നമ്മൾ ഗോസ്റ്റ് റൈഡർ ചെയ്തേട്ടാ. അതായത് ഗൈഡൻസ് ഇല്ലാതെ അവരുടെ സ്പിരിറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വൈ. എന്നാലും ഇവനെ കൊല്ലാൻ ഇത്രയും ശ്രമിച്ച് എങ്ങനെയെങ്കിലും തീർത്ത്. മറ്റേ ഗോൺസൈനെ കൊല്ലാൻ വലിയ പാടില്ലായിരുന്നു. തീമനുഷ്യനെ കൊല്ലാൻ അവനെ നമ്മൾ സിമ്പിളായിട്ട് തോന്നില്ല ഫസ്റ്റ് ട്രൈ ചെയ്യാൻ. ഇവനിപ്പോൾ എത്രാമത്തെ ട്രൈ ചെയ്യാന്നാ? പക്ഷെ തൂക്കി. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കുണ്ടാ പേടി. ഇനിയിപ്പം ബാക്കിയൊക്കെ എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. എനിക്ക് ഇഷ്ടംപോലെ ബോസ് ഒന്നും ഇതൊന്നുമല്ല, വെറൈറ്റി ശക്തികളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ തീ ആയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ.